രാജീവേട്ട ഈ സാരി മതി, ഇതാ കുറച്ചിട്ട് നല്ലത്. പ്രിയ, ഇതെടുത്തോ. അല്ല, അത് മതി. അല്ല, പ്രിയക്ക് ഇതാ ചേരുന്നത്. കുഴപ്പമില്ല, അതെനിക്ക് നന്നായിട്ട് ചേരും. വേണ്ട, അത് മതി. അത് മതി രാജീവേട്ട. ഇത് വേണ്ട. ഇത് മതിയോ? ഉറപ്പിച്ചോ? അത് കണ്ട് പഠിക്കു ചേട്ടാ. എന്ത്? അവരുടെ സ്നേഹം. കല്യാണം തീരുമാനിച്ചതേ ഉള്ളൂ. അവരുടെ മനസ്സുകൾ തമ്മിൽ അടുത്തത് കണ്ടോ? ആ സന്തോഷം കണ്ടോ? ഇതാണ് പ്രേമം. ആ, ഇതൊക്കെ വല്ല പോത്തിനോടും പറഞ്ഞിരുന്നെങ്കിൽ അതുങ്ങളൊക്കെ കരയെങ്കിലും ചെയ്തേനെ. അയ്യോ, സോറി. പോത്തിനെ പറഞ്ഞ ചിലപ്പോ അതിന് തന്നെ നാണോ. കാണ്ടാമൃഗമെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? കാണ്ടാമൃഗം വിളിക്കുന്നത് എന്തോ ചേച്ചി? അത് പിന്നെ ഞാന് ഒരു പാറ്റ ചാടിയതാ. പാറ്റയോ? ശരിക്കും പാറ്റ ചാടിയോ? പാറ്റ ചാടി അല്ലേ? അതെ. രാജീവേട്ടൻ വാ, ഇതേ വേറെ പാറ്റയാ. ഹലോ, ഒന്ന് വരൂ. ഇത് പാക്ക് ചെയ്തോ. ഓക്കെ സാർ. വാ. അവിടെ നോക്കാല്ലേ? ചേച്ചിയാ ടോപ്പ് ഒന്ന് എടുക്കോ. ഇത് നോക്കിയാലോ? ആരാ? അവിനാശ. സംസാരിക്കേ. വേണ്ട, വെറുതെ എന്തിനാ നമ്മുടെ സമാധാനം കളയുന്നേ? എടുക്കല്ലേ? ഹലോ. ഹലോ പ്രിയ, ഞാൻ നിന്നോടൊരു ഹാപ്പി ന്യൂസ് പറയാൻ വിളിച്ചതാ. എന്ത് ഹാപ്പി ന്യൂസ്? കൊള്ളാം, നീ അങ്ങ് മറന്നുപോയോ? നിനക്കല്ലല്ലോ മറവി ഇത്തിരി കൂടുതലാ. അതെ, ഓണം കഴിഞ്ഞ നമ്മുടെ കല്യാണമല്ലേ? സാരി എടുക്കണ്ടേ? നിന്നെ ബുദ്ധിമുട്ടിക്കണമെന്ന് കരുതിയാ ഞാൻ നിന്നെ വിളിക്കാതിരുന്നത്. അല്ല മോളെ, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളർ ഏതാ? പറ. ദേ, മോളുടെ ഇഷ്ടമാ ഏട്ടന്റെ ഇഷ്ടം. ഒരു പീകോക്ക് ബ്ലൂ. അല്ല വേണ്ട, പിങ്ക്. പറയടാ. എന്റെ മോൾക്ക് കല്യാണ സാരി ഏത് കളറ് വേണം? പറ എന്റെ മുത്തേ. നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളറ്, അതിന് എത്ര വില കൂടിയതായാലും ഞാൻ മേടിച്ചു തരും. ആ സാരി കൊടുത്ത് അണിഞ്ഞൊരുങ്ങി നീ കല്യാണ മണ്ഡപത്തിലേക്ക് വരുമ്പോ ഓർക്കുമ്പോ തന്നെ എന്ത് സന്തോഷം എന്നറിയോ? നിർത്തടാ. ഞാനാ രാജീവ്, പ്രിയെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ. അവൾക്കുള്ള സാരി ഞങ്ങൾ എടുത്തോണ്ടിരിക്കുക. അതിന് നിന്റെ സഹായം വേണ്ട, മനസ്സിലായോ? ഓഹോ, അപ്പൊ നിങ്ങൾ ഡ്രസ് എടുക്കുകയായിരുന്നോ? എന്നാ പറയണ്ടേ എന്റെ കുട്ട, ഞാനും കൂടെ വരില്ലായിരുന്നോ?
നമുക്കൊരുമിച്ച് അവക്കുള്ള സാരി പർച്ചേസ് ചെയ്യാമായിരുന്നല്ലോ. നീ ആവശ്യം പോലെ പർച്ചേസ് ചെയ്ത് കൊടുത്തോടാ. പക്ഷെ കല്യാണ ദിവസം അവൾ ഉടുക്കുന്നത് ഞാൻ വാങ്ങിക്കൊടുത്ത സാരിയായിരിക്കും. അത് നീ ഓർത്തു വെച്ചോ. കാണാം. രാജീവേട്ട, അവൻ എന്താ പറഞ്ഞേ? ഹേയ്, ഒന്നുമില്ല. താൻ സെലക്ട് ചെയ്യും. പറ രാജീവേട്ട. ഒന്നുമില്ലടോ. ഇത് ഞങ്ങൾ ആണുങ്ങൾ തമ്മിലുള്ള കളിയാ. കൊള്ളാം. അപ്പൊ ഇനി ഡ്രസ് എടുക്കണം. ഏത് കളർ വേണം? നല്ല ചുവപ്പായാലോ? നല്ല കട്ട ചോരയുടെ ചുവപ്പ്. എന്തൊക്കെയാ ഇത്? ഈശ്വരാ, ഇത്രയും ഡ്രസ്സോ? ഇതെല്ലാം കല്യാണത്തിനുള്ള ഡ്രസ്സാണോ? കല്യാണത്തിന്റെ ഡ്രസ്സ് മാത്രമല്ല മമ്മി, ഓണക്കോടിയും കൂടി ഉണ്ട്. അയ്യോ, എനിക്ക് വയ്യ. നിന്റെ മുഖത്ത് എന്താടി ഒരു സന്തോഷമില്ലാത്ത? ഏയ്, എനിക്ക് സന്തോഷക്കുറവൊന്നുമില്ല. നോക്ക് സുധേട്ടാ, ഇനിയിപ്പോ ഞങ്ങൾ എന്തായാലും തനിച്ചായി. അങ്ങനെ തനിച്ചാവുന്നവർക്ക് ഈ ലോകത്ത് ജീവിക്കണ്ടേ? എല്ലാ അച്ഛനമ്മമാർക്കും പറഞ്ഞിട്ടുള്ള വേർപാടുകൾ ഇതൊക്കെ. കല്യാണം കഴിയുന്ന ദിവസം പെൺകുട്ടികൾ അച്ഛനെയും അമ്മയും ആങ്ങളമാരെയൊക്കെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിലായിരിക്കും. പക്ഷെ ചെക്കൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലോ പിന്നെ തിരിച്ചു പോകണമെന്നൊരു ചിന്ത പോലും ഉണ്ടാവില്ല. അതിപ്പോ എന്തിനാ തിരിച്ചു പോകുന്നത്? കല്യാണം കഴിഞ്ഞ പിന്നെ ഭർത്താവിന്റെ വീടാ പെണ്ണിന്റെ സ്വന്തം വീട്. അവിടെ ഉള്ളവരാ ബന്ധുക്കളും. അതെ, ഞങ്ങൾക്കും ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ദേ, നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി കാണണം. ഞങ്ങൾക്ക് മാത്രമല്ല, പത്മാവതി അമ്മയ്ക്കാ ഏറ്റവും കൂടുതൽ ആഗ്രഹം. ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടു നോക്കി. ആ, അതെ, വേഗം പോണം. അവിടെ അമ്മ നിന്നെ കാത്തിരിക്കുക. അയ്യോ, ഇത്ര പെട്ടെന്ന് പോവാനോ? കുറച്ച് കഴിഞ്ഞിട്ട് പോയാ പോരെ? ഓഫീസിൽ കുറച്ച് തിരക്കുണ്ട്. വാ, ഇറങ്ങാം. അതെ അതെ, എന്തിനാ ഇത്ര തിരക്കൂട്ടുന്നേ? നമുക്ക് കുറച്ച് കഴിഞ്ഞ് പോയാ പോരെ? എന്നാ പിന്നെ നീ ഇവിടെ നിൽക്ക്. അച്ഛാ, ഞാനിന്ന് പോയിട്ടരാം. ഓ ശരി. മമ്മി, പോയിട്ടരാവേ. പ്രിയേ, സന്തോഷായിട്ടിരിക്കണം. എല്ലാം ഭംഗിയായിട്ട് നടക്കും. ശരി അച്ഛാ. ശരി. ഇവരെന്തിനാ ഇപ്പൊ ഇത്ര ധൃതിയിൽ പോയത്? ആഹാരം കഴിച്ചിട്ടേ പോകുന്നല്ലേ നേരത്തെ പറഞ്ഞത്? അതെ, നീ തന്നെയാ ഈ പോക്കിന് കാരണം. ഞാനോ? നീ തന്നെ. ഇപ്പൊ ആ കുഞ്ഞിക്കാലിന്റെ കാര്യം എടുത്തിട്ടുണ്ടോ? വല്ല കാര്യം ഉണ്ടായിരുന്നു? അമ്മയ്ക്ക് കുഞ്ഞിക്കാലിപ്പ് എവിടുന്ന് കിട്ടി? അയ്യോ, ഞാനത് അറിയാതെ അങ്ങ് പറഞ്ഞു പോയതാടി. താങ്ക് യു. എല്ലാവരും സന്തോഷത്തോടുകൂടി ഈ ഓണം ആഘോഷിക്കണമെന്നാ എന്റെ ആഗ്രഹം. പരസ്പരമുള്ള വഴക്കും വിദ്വേഷവും ഇനിയും മുന്നോട്ട് കൊണ്ടുപോകുന്നത് നല്ലതല്ല. അമ്മ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞില്ലേ? പറഞ്ഞിരുന്നു. എങ്കിൽ പിന്നെ ഓണാഘോഷത്തിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നിങ്ങൾ തന്നെ തുടങ്ങിക്കോളൂ. ശരി ഏട്ടാ. നമുക്ക് ഈ വർഷത്തെ ഓണം അടിച്ച് പൊളിച്ച് ആഘോഷിക്കണം. എന്തൊക്കെയാ വേണ്ടെന്ന് വെച്ചാൽ നീ ഇവരും കൂടി തീരുമാനിച്ചോളൂ. നിനക്കുള്ള ഓണക്കോടിയാ.
കഴിഞ്ഞ വർഷങ്ങളിൽ തരാൻ കഴിയാത്തതിന്റെ പ്രായച്ചിത്തമാണെന്ന് കരുതിയാൽ മതി. ഏട്ടൻ തരുന്നതെന്തും എനിക്ക് സന്തോഷമാണ്. കഴിഞ്ഞ ഓണക്കാലത്തൊക്കെ നീ ഇല്ലല്ലോ കൂടെ എന്ന ദുഃഖമുണ്ടായിരുന്നു. ഇപ്പൊ നീ വന്നതിന്റെ സന്തോഷം നമുക്ക് ആഘോഷിക്കണം. അപ്പോ ഏട്ടന്റെ അനിയന്റെയും വിഷമം മാറിയില്ലേ? എന്തൊരു വേദനയാ. ദുഷ്ടൻ ചെവി പിടിച്ച് പൊന്നാക്കി കളഞ്ഞു. നിന്റെ ചെവി പിടിച്ച് പൊന്നാക്കല്ല വേണ്ടത്. എന്താ പറഞ്ഞ? ഒരു പൊതുസ്ഥലത്ത് പെരുമാറാൻ പഠിച്ചിട്ടില്ല. അതിന് ഞാനിപ്പോ എന്ത് ചെയ്തെന്നാ നിങ്ങൾ പറയുന്നേ? നാട്ടുകാര് മുഴുവൻ കേൾക്കാൻ അവിടെ കിടന്ന് ഉറക്കെ അലറി വിളിച്ചില്ലേ നീ? ഓ അതോ? അതിപ്പോ ഇത്ര വലിയ കാര്യമാക്കാനുണ്ടോ? നിനക്കത് കാര്യമല്ലായിരിക്കും. പക്ഷെ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെട്ടത് ഞാനാ. ഞാൻ നിങ്ങളെ എങ്ങനെ നാണം കെടുത്തുവോ? ഞാൻ അങ്ങനെ ചെയ്യുവോ? നിങ്ങൾ എന്റെ സ്നേഹനിധിയായ കുശിനിക്കാരനല്ലേ എന്റെ ഹിറ്റ്ലറെ? ചെറിയ ഇഷ്ടമൊന്നും അല്ല കേട്ടോ. ദേ, എന്റെ ഈ നെഞ്ചിലെ ജീവൻ പോകുന്നത് വരെ നിങ്ങളുടെ കൂടെ ജീവിക്കാനുള്ള ഇഷ്ടം. പൊടി ബേക്കറിക്കാരി, നിനക്ക് ഭ്രാന്ത. നിന്റെ തലയിൽ നെല്ലിക്കത്തളം വെക്കണം. അയ്യോ, എന്നെ സ്നേഹിക്കാത്ത നിങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇനി എനിക്കതിന് സാധിക്കില്ല ഹിറ്റ്ലറെ. എന്തായാലും എനിക്കിഷ്ടമുള്ള അത്രയും കാലം ഇവിടെ നിൽക്കാൻ സമ്മതമാണെന്ന് നിങ്ങൾ എന്റെ അനിയത്തിക്ക് വാക്കുകൊടുത്തില്ലേ? അതുകൊണ്ട് ഇപ്പൊ ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തരാം. എന്തു വാക്ക്? നിങ്ങളെ ഉപേക്ഷിച്ച് ഞാൻ ഈ അമരാവതിയിൽ നിന്നും ഒരിക്കലും എവിടേക്കും പോവില്ലാന്ന്. നിങ്ങൾ പേടിക്കണ്ട ഹിറ്റ്ലറെ. നിങ്ങളുടെ ഭാര്യയായിട്ട് എന്റെ മരണം വരെ ഞാൻ ഈ അമരാവതിയിൽ തന്നെ ഉണ്ടാവും. സൂപ്പർ. അമ്മ ഇവൾക്ക് ഈ വളം വെച്ചു കൊടുക്കുന്നത്? നോ മൈസൺ, അതെ, അത് അവളുടെ ഹാർട്ടിന്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞതാ. പിന്നെ അതെ, ഞാനേ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കണ്ടോ? ദിസ് ഇസ് മൈ ഗിഫ്റ്റ്. ഇത് കൊള്ളാമേ, സൂപ്പർ ആയിട്ടുണ്ട്. അമ്മയ്ക്ക് വേറെ ജോലിയൊന്നുമില്ലേ? എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്തു? എനിക്ക് ആവശ്യമുണ്ടായിട്ട്. അല്ല പിന്നെ, നല്ല ഫോട്ടോ. ഇതേ ഇവിടെ ഇരിക്കട്ടെ. അമ്മേ വേണ്ട, അതവിടെ വെക്കണ്ട. എനിക്കത് ഇഷ്ടമല്ല. നോ, ദിസ് ഈസ് മൈ ഡിസിഷൻ. കണ്ടില്ലേ എന്തൊരു ബ്യൂട്ടിയാ ഫോട്ടോ കാണാൻ. എന്തായാലും അമ്മ ഞങ്ങൾക്ക് സമ്മാനം തന്നതല്ലേ, അപ്പോ
ഞങ്ങൾ അമ്മയ്ക്ക് ഒരു സമ്മാനം തരണ്ടേ? ആ? എന്ത് സമ്മാനം? ആ? ദാ, ഇതാണ് ഞങ്ങളുടെ സമ്മാനം. അമ്മയ്ക്കുള്ള ഓണക്കോടിയത്. ആണോ? താങ്ക് യു. തുറന്നു നോക്ക്. ഇഷ്ടായോ? സൂപ്പർ മോളെ, ബ്യൂട്ടിഫുൾ. സൂപ്പർ. കണ്ടില്ലേ മൈസൻ, ഇങ്ങനെ വേണം മരുമക്കളായാൽ. താങ്ക് യു മൈ ബേട്ടി, താങ്ക് യു. മൈസൻ, ദാറ്റ് ഫോട്ടോ ഐ ആം ഫിക്സഡ്. ഇനി അത് എടുത്ത് കളഞ്ഞാൽ ദേ എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. ഡോണ്ട് ആംഗ്രി മീ. ആ കാഞ്ചീപുരം പട്ടിന്റെ വല്ലാത്ത മണം. അവൾ ഈ സാരി ഉടുത്ത് കഴിയുമ്പോ ഈ സാരിക്ക് അവളുടെ വിയർപ്പിന്റെ മണമാകും. ഈ സാരിയിൽ അവൾ അതീവ സുന്ദരിയായിരിക്കും. പ്രിയ, ഇത് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടെടുത്ത സാരിയാ. ഈ സാരി ഉടുത്ത് മണ്ഡപത്തിലെത്തുന്ന നിന്നെ ഞാൻ താലി കെട്ടുമ്പോ എനിക്കെന്തു സന്തോഷാന്നറിയോ? നാളെ ഓണം തുടങ്ങാം. ഓണം കഴിഞ്ഞാലുടൻ നമ്മുടെ കല്യാണം. പിന്നെ നമ്മൾ ഒന്നിച്ച് നമ്മുടെ ആഘോഷത്തിന്റെ നിമിഷങ്ങൾ. നമ്മുടെ ലോകത്ത് നീയും ഞാനും മാത്രം. I love you, Priya. I love you.